കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പാറു വിശ്വത്തെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ പാറുവിനെ കണ്ടപ്പത്തിന് വിശ്വത്തിന് ആകെപ്പാടെ അന്താളിപ്പ. പാറു നീ എങ്ങനെ ഇവിടെ? അല്ല, നിന്റെ വീട്ടിൽ അന്വേഷിക്കില്ലേന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു, അവര് കാണാതെ ഞാൻ പോന്നാന്ന് പറയണം. ഇനി പ്രശ്നമാവില്ലേന്ന് ചോദിക്കാം. ഇനി പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ. എന്താ പാറു നീ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ വിശ്വം പറയണം. അല്ല, വിശ്വത്തിന്റെ ആഗ്രഹമല്ലായിരുന്നു എന്നെ വിവാഹം കഴിക്കണം എന്നുള്ളേ. അപ്പം ആ ഒരു ദിവസമാണ് നാളെ വരാൻ പോണേന്ന് പറയണം. നാളെ വരാൻ പോന്ന്? അതെ, നാളെ വിശ്വ എന്റെ കഴുത്തിൽ താലി ആർത്തണമെന്ന് പറയണം. എന്താ പാറു നീ പറയണേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? ഇനിയിപ്പം നോക്കി നിന്നിട്ട് കാര്യമില്ല വിശ്വം, എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടാൻ പോവാ. മാമൻ വന്നിട്ടുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. എന്നെ അമേരിക്കയ്ക്ക് കടത്തും. എനിക്ക് വിശ്വത്തെ നഷ്ടമാവും. എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, അങ്ങനെയാണോ? എന്നാ നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതാണ് പിന്നെ കുഴപ്പമില്ലോ. ശരി വിശ്വം, നാളെ നാളെ ഒരു ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക. ഒരു പക്ഷേ ഇനി എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മടങ്ങി വരവ് ഉണ്ടാവത്തില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകുന്നു പറയാം. ഇന്നൊരു ദിവസത്തോടെ കഴിഞ്ഞ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറയണം. വിശ്വത്തിന് സന്തോഷമായി. പക്ഷെ വിശ്വം ഒരു കാര്യം ചോദിച്ചു, തീരുമാനിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ഇതൊക്കെ, അതോ എടുപടിയെന്ന് ചാടിയെടുത്ത തീരുമാനമാണോ? എൻ്റെ കൂടെ ജീവിതം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതാവെന്നൊക്കെ ആലോചിച്ചിട്ട് വേണം. അല്ലെങ്കിൽ പിന്നെ നാളെ പറയരുത് ഞാൻ കാരണം നിന്റെ ജീവിതം നശിച്ചെന്നൊക്കെ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. ആ കാര്യം ഓർത്ത് വിശ്വം പേടിക്കണ്ട. ഞാൻ ഒരിക്കലും വിശ്വത്തിനെ അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല എന്ന് പാറു പറയാണ്. പിന്നീട് പല്ലവി ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഷേക്സ്പിയറിന്റെ ഒരു സ്റ്റോറിയാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അതെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് സ്വാതി ഉണ്ടായിരുന്നു. സ്വാതി വരെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല്ലവി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ സ്വാതി ചോദിച്ചു, ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേക്സ്പിയറിന്റെ നാടകം ഏതാന്ന് ചോദിച്ചതിന് ഒതല്ലോയാന്ന് പറയണം. ആണോ? ആഹാ, കൊള്ളാലോ. അപ്പോഴേക്കും അവിടുത്തെ പ്യൂൺ വന്നിട്ട് പറഞ്ഞു, അതെ, പല്ലവി ടീച്ചറെ അന്വേഷിച്ച് കുറെ സമയമായിട്ട് ഒരാൾ നടക്കുന്നുണ്ടെന്ന് പറയണം. ആണോ? എന്നാ ശരി എന്ന് പറയണം. പിന്നീട് നാളെ ബാക്കി പറയാം എന്ന് പറഞ്ഞിട്ട് പല്ലവി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുക. പിന്നീട് സ്റ്റാഫ് റൂമിലേക്ക് വന്നു. സ്റ്റാഫ് റൂമിൽ വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും വേറെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അതെ, പല്ലവി ടീച്ചറിനെ അന്വേഷിച്ച് പുറത്തൊരാൾ കാത്തു നിൽപ്പണെന്ന് പറയണം. പല്ലവി അടുത്ത് കുറച്ചു മുമ്പ് പ്യൂൺ ഇത് തന്നെയാണല്ലോ പറഞ്ഞേ. ആരായിരിക്കും പോലും? ഇനി സേതുവേട്ടനാണോ? സേതുവേട്ടൻ വരേണ്ട കാര്യമില്ലോ. അങ്ങനെ ചെല്ലുമ്പോഴത്തേനുമാണ് പലിശക്കാരൻ ശരവണ്ണൻ അവിടെ നിൽക്കുന്നതണ്ടേ. അയാളെ കണ്ടത് ഒരു നിമിഷം പല്ലവി ഒന്ന് ഞെട്ടി. ഇയാൾ എന്തിനാ പോലും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? ആ സമയം ബാക്കി ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ പല്ലവീനെ കാണാനായിട്ട് അയാളോട് ഒരാൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരാന്നറിയാൻ വേണ്ടിയിട്ട് അവരും അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേന് ശരവണ്ണൻ അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടേ. പല്ലവിയെ കണ്ടു ശരവണ്ണൻ അടുത്തേക്ക് വരുവാണ്. പിന്നീട് ചോദിച്ചു, ടീച്ചറെ സുഖമൊക്കെ ആണോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം പല്ലവി ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താ എവിടെയെന്ന് ചോദിക്കും. അതെ, പൈസ വാങ്ങി മുങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ടീച്ചറെ കാണാതിരിക്കാൻ വരാൻ പറ്റില്ലല്ലോ. പലിശ കൃത്യമായിട്ട് തരണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള. അന്ന് ടീച്ചർ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ. എന്നിട്ട് എന്താ, കുറെ പ്രോമിസറി നോട്ട്സും കാര്യങ്ങളും എല്ലാം തന്നു. പക്ഷെ അതുകൊണ്ടായോ? ഇല്ല, എനിക്ക് പലിശ കൃത്യമായിട്ട് കിട്ടണം. ഒന്നും രണ്ടും ലക്ഷം അല്ല വാങ്ങിച്ചോണ്ട് പോയത്. അറിയാലോ എത്ര ലക്ഷമാണ്. അത് വാങ്ങിച്ചോണ്ട് പോണ സമയത്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ശരവണ്ണ ഒരു പ്രത്യേകതയുണ്ട്. പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ വന്ന് വാങ്ങിക്കാനും അറിയാന്ന് പറയാം. ഇത് കേട്ടാ പല്ലി പറഞ്ഞു, ഇത് കോളേജാന്ന് പറയണം. കോളേജ് ആളും കൊള്ളാം, കള്ളുഷാപ്പ് ആളും കൊള്ളാം. എനിക്ക് രണ്ടും ഒരേ പോലെ തന്നെയാ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പലിശ തന്നാൽ മതിയുള്ളൂ. എൻ്റെ പലിശ എടുക്കാൻ പറയണം. പല്ലവി പറഞ്ഞു, അത് പിന്നെ ഞാൻ സേതുമാധവന്റെ ഉറപ്പിന്മേലല്ല പണം കൊടുത്തിരിക്കുന്നത്. ഞാൻ പല്ലവിയുടെ ഉറപ്പിന്മേല. അതുകൊണ്ട് എനിക്ക് പണം കിട്ടണം. പണം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുന്ന പോകുന്ന അറിയാലോ. കയ്യിലും കാതലും ഒക്കെ കുറച്ചുണ്ടല്ലോ. അതൊക്കെ ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പലത് സംഭവിക്കും. പലിശ തരാൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും നിങ്ങളുടെ വീട്ടിലേക്ക് വരും. പിന്നെ നീ മിക്കവാറും എൻ്റെ കൂടെ ഇറങ്ങി പോകേണ്ടതായിട്ട് വരുമെന്ന് പറയാം. അപ്പോൾ ബാക്കി ടീച്ചേഴ്സൊക്കെ നോക്കി നിൽക്കുമല്ലേ. പല്ലവിക്ക് ആ പാടെ നാണക്കേടായിപ്പോയി. അതെ, പ്ലീസ് ചേട്ടാ, ഇപ്പൊ പോകാൻ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോണെങ്കിൽ എനിക്ക് പലിശ കിട്ടിയിരിക്കണം. പലിശ കിട്ടിയില്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ കിടക്കുന്ന ആ മാലയും വളയ്ക്കും കൂടെ ഊരിത്തരാൻ പറയണം. പല്ലവിക്ക് വേറെ നിർവാഹമില്ലായിരുന്നു. ഇനി ഇവിടെ നിന്ന് ആൾക്കാരെ കൂട്ടുന്നതിന് പകരം എത്രയും പെട്ടെന്ന് തന്നെ അത് കൊടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പല്ലവിക്ക് സങ്കടമൊക്കെ വന്നു. പല്ലവി പതുക്കെ മാലയും വളയൊക്കെ ഊരി അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മര്യാദയ്ക്ക് അടുത്ത മാസം ഇതുപോലെ തന്നെ പലിശ കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ നിന്റെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണമൊക്കെ ഞാനും കൂടെ ഊരിക്കൊണ്ട് പോകും. ഇത് കേട്ടാ പല്ലി പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുതാ ചേട്ടാന്ന് പറയണം. അങ്ങനെയൊന്നും പറയില്ല പോലും. പൈസ വാങ്ങിക്കാൻ വരുമ്പോൾ എല്ലാവരും തൊഴുകൈകളോടെ നിൽക്കും. അത് വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും പല്ലവി ആകെപ്പാടെ തകർന്ന മനസ്സോടെ നിൽക്കുകയാണ്. പല്ലവിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ.
അങ്ങനെ ശരവണൻ പൈസയൊക്കെ മേടിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോണ സമയത്ത് താഴെ സേതു അങ്ങോട്ട് കയറി വരുന്നേ. സേതു എന്നിട്ട് ചോദിച്ചു, എന്താ ശരവണേട്ടാ ഇവിടെ? അല്ല അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, പലിശ വൈകുന്നേരം തരാന്ന്. അത് ശരവണേട്ടൻ ഉറപ്പ് പറയാൻ ചെയ്തല്ലേ വൈകുന്നേരം മതിയെന്ന്. പിന്നെ എന്താ കോളേജിൽ കിടന്ന് ഇറങ്ങണമെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഇടൂ, താൻ ഇത്ര നെറുകെട്ട പരിപാടി കാണിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. കോളേജിൽ വന്ന് പല്ലവി പഠിപ്പിക്കുന്ന സ്കൂളിൽ വന്ന് അവളെ അപമാനിക്കണമെങ്കിൽ താൻ എത്ര താണവനാടോ. എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. തന്നെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ശരവണൻ പറഞ്ഞു, എനിക്ക് എന്റെ പലിശ കിട്ടണമെന്ന് പറയാം. പലിശ അത് വൈകുന്നേരം തരാമെന്നുള്ളൂ തന്നോട് മലയാളത്തിൽ പറഞ്ഞ്. പിന്നെ തനിക്ക് എന്തോ കേട്ടാല് കൂടുതൽ നടന്ന് എൻ്റെ അടുത്ത് അഭ്യാസം എടുക്കരുത്. അതിനുവേണ്ടി താൻ എന്താണോ ചെയ്തതെന്ന് ചോദിക്കുക. മര്യാദയ്ക്കും കൊടുക്കണോ എന്ന് പറയണം. അങ്ങനെ വളയും മാല എടുത്ത് കൊടുക്കുകയാണ്. മേലാൽ ഇമാതിരി കാവടിയായിട്ട് വന്നാണ്ടല്ലോ, നിന്റെ പലിശ പൈസ ഇതേ എന്നും പറഞ്ഞും കൂടെ കൊടുക്കുകയാണ്. മേലെ കോളേജിന്റെ പരിസരത്തെ ഭാഗത്ത് തന്നെ കണ്ടുപോയേക്കല്ല ഈ സേതു പലിശ തരൂന്ന് പറഞ്ഞാൽ തന്നിരിക്കും എന്ന് പറയണം. അങ്ങനെ അയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേന് സേതു പിടിച്ചെടുത്തിട്ട് അവിടെ നിൽക്കുക. താനീ കാണിച്ചു കൂട്ടിയാലും തനിക്ക് സമ്മാനം തരണ്ടേ നിൽക്കും. കാരണം തീർത്ത് ഒറ്റ ഒരു അടിയായിരുന്നു. ഇത് മേലെ ആവർത്തിച്ചിട്ടുണ്ടല്ലോ തന്നെ വലിച്ചു കീറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പല്ലയും വിളിച്ചുകൊണ്ട് സേതു നേരെ കടൽപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സേതു പറഞ്ഞു, അതെ സോറി കേട്ടോ, അയാൾ വന്നിന്ന് ആകെപ്പാടെ നാണം കെടുത്തിയല്ലേന്ന് ചോദിക്കാം. അതൊന്നും സാരമില്ല സേതു കേട്ടാന്ന് പറയണം. പിന്നീട് സേതു തന്റെ കയ്യിൽ വളയും മലയും കൂടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇത് ഇട്ടോളാൻ പറയണം. ഇത് കേട്ടതും പല്ലു പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട്. ഒരു നിമിഷം എനിക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയിരുന്നു. എൻ്റെ അമ്മ വാങ്ങിച്ചെന്ന മാല ഏതെന്ന് പറയണം. സേതു പറഞ്ഞു, എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് തന്നെ പലിശ കൊടുത്ത് അയാളുടെ നിന്ന് അത് വാങ്ങിയെടുത്തേന്നൊക്കെ ചോദിക്കുക. ഇനി ഒരിക്കലും അയാൾ അവിടെ നിന്ന് ശല്യം ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അങ്ങനെ വളയൊക്കെ ഇട്ട് കഴിഞ്ഞ് പല മാല ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും സേതു ചോദിച്ചു, ഞാനിട്ട് തരണോന്ന് ചോദിക്കും. വേണ്ട വേണ്ട, അതിന് സമയമുണ്ടല്ലോ, നമുക്ക് സാവകാശം അണിയിക്കാന്ന് പറയണം. പിന്നീട് അവർ രണ്ടുപേരും കൂടെ സന്തോഷിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. അതിന് ശേഷം കാണിക്കുന്ന പാറുവും വിശ്വവും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണ സമയത്ത് വിശ്വം ഒരാളെ കോൾ ചെയ്യാണ്. അപ്പത്തിന് അയാൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് നിൽക്കണം. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഈ രജിസ്റ്റർ ചെയ്യാൻ വന്ന? വീട്ടുകാരുടെ പെർമിഷനോട് കൂടിയിട്ട് കല്യാണം നടത്തിയാൽ പോരേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, അത് വീട്ടുകാർ സമ്മതിക്കണ്ടേ? ഇതിനൊക്കെ കൂട്ടയിക്കുന്നത് തെറ്റാന്ന് എനിക്കറിയാം. കാരണം ഈ പ്രായത്തിലുള്ള ഒരു ചെറിയ മോള് എനിക്കും ഉണ്ട്. പക്ഷെ നാളെ ഒരു കാരണവശാൽ അവള് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റുമോ? വളർത്തി കൊണ്ടുവന്ന അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും. അല്ല, നിങ്ങൾക്ക് ഇത്ര ധൃതി പിടിച്ച് കല്യാണം കഴിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിശ്വം പറഞ്ഞ്, അമേരിക്കയ്ക്ക് പോകാന്ന് പറയണം. അമേരിക്കയ്ക്ക് പോകാനോ? എന്നാ പിന്നെ അവിടെ ചെന്ന് കല്യാണം കഴിച്ചാൽ പോരെ, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ടെന്ന് ചോദിക്കും. അതല്ല, ഇവള് മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറയും. ഓ അങ്ങനെ, അപ്പൊ അതാണ് കാര്യം. പിന്നീട് എന്ത് ചെയ്യാണ്? ഒരു പേപ്പറും ഫോമൊക്കെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. ഇവിടെ എന്ത് കാര്യങ്ങൾ നടക്കണം, ഈ ശരവണൻ നടക്കണം. കാര്യം പറഞ്ഞാൽ രജിസ്റ്ററാകും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഈ ശരവണന്റെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കണേന്ന് പറയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരവണൻ അങ്ങനെ വിചാരിക്കണമെങ്കിൽ അതിന് ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറയാണ്. വിശ്വം പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പൈസ എടുത്ത് പോക്കറ്റിൽ നിന്ന് കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അറിയാലോ നൂലാമാലകൾ, ഒരു മാസം നോട്ടീസ് ബോർഡിൽ ഇടണം, അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ പെട്ടെന്ന് ആക്കി തന്നോളാന്ന് പറയണേ. വിശ്വം പറഞ്ഞു, ഞങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം, അധികം താമസിക്കുന്നു ചോദിക്കുക. അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. എപ്പോഴേത് സമയത്തും എന്റെ വിളി വിശ്വത്തിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്താന്ന് പറയാം. അല്ലെങ്കിലാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ഒക്കെ നടത്താൻ പറ്റുള്ളൂ നിയമപരമായിട്ട്. ഈ സമയത്ത് സേതു പല്ലവിയോട് പറഞ്ഞതേ, എത്രയും പെട്ടെന്ന് കടങ്ങൾ വീട്ടണം. കടങ്ങൾ വീട്ടണമെങ്കിൽ കുറച്ച് സ്ഥലമുണ്ട് എനിക്ക്. പക്ഷെ അതിന്റെ ആധാരത്തിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, മുന്നാധാരത്തിന്. അപ്പൊ അത് ശരിയാക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, എന്നാ പിന്നെ സേതുവേണ്ട എന്തിനാ വിഷമിക്കണേ, നമുക്കത് എത്രയും പെട്ടെന്ന് ശരിയാക്കാന്ന് പറയാം. അതിന് പോണമെന്ന് പറയണം. അല്ല, അത് പിന്നെ ഞാനോടെ കൂടെ വരാം, നമുക്ക് പോവാന്നൊക്കെ പറയണം. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ്. വരുന്ന സമയത്ത് സേതു അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റാഫിനെ വിളിക്കുകയാണ്. സ്റ്റാഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഞാൻ അങ്ങോട്ടേക്ക് വരുവാ, കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ എന്ന് പറയണം. അതേന്ന് പറയണം. ആ സമയത്ത് അയാൾ എന്ത് ചെയ്യുവാണ്? അയാള് വിശ്വത്തിന്റെയും പാറുവിന്റെ ആ ഒരു അപേക്ഷ ഫോമൊക്കെ എന്ത് ചെയ്യുവാണ്? അതിലൊക്കെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് എല്ലാം ക്ലിയർ ചെയ്യുവാണ്. കാരണം അത് നോട്ടീസ് ബോർഡ് ഇടാനുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ സമയം സേതുവും പല്ലവി അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നിടത്തിൽ അത് കാണുമോ, പാറിന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കുമോ അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.